അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീൻ കൂടെ കണ്ടിട്ട് പോകാമല്ലേ. കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഡെർമയുടെ ഫേസ് വാഷ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫേസ് വാഷ്. ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നു. നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഫേസൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മേക്കപ്പ് ആയിട്ട് അങ്ങനെ ഇടുന്നില്ല, ജസ്റ്റ് ഒരു സ്കിൻ കെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ എന്നിട്ടുണ്ടാവും. ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഈ മാമഅർത്തിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. അങ്ങനെ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ സ്കിന്നിന് നല്ലപോലെ ചേരുന്ന പോലെ. എൻ്റെ വായ എപ്പോഴും മിണ്ടാതിരിക്കാത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് ഈ വീഡിയോയിൽ ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഏതാ പറയുന്നതെന്ന് എനിക്കൊരു ബോധം ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു സോളോ ട്രാവലിംഗ് ആണ്. സൺസ്ക്രീൻ ഇടാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലാക്മിയുടെ ടിൻറ്റഡ് സൺസ്ക്രീനാണ്. അല്ല, പക്ഷേ ഈ ഒരു കുഞ്ഞ് ഇതിന് തന്നെ നമുക്ക് നല്ല പൈസ ആവുന്നുണ്ട്. അതുകൊണ്ട് ഇത് വേർത്തല്ല. ഓക്കെ, കുറച്ച് ഇതൊരു ഫിനിഷ് തരുന്നുണ്ട്. നമുക്ക് കുറച്ച് കണ്ട് മഴയതുകൊണ്ട് വലിയ രീതിക്ക് തീരുന്നില്ലല്ലോ. നമുക്ക് കുറച്ച് മാത്രം സൺസ്ക്രീൻ ഇടാം. സൺസ്ക്രീൻ എല്ലാവരും ഇടുന്നല്ലോ. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇത്രയും ഞാൻ ഇടാറുള്ളൂ. ഇനി നമുക്ക് കണ്ണെഴുതണം, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുത്തേ. ഇത് നമ്മൾ ടിൻറ്റഡ് ലിപ് ചെറുതായിട്ട് എഴുതി കൊടുത്ത്. പിന്നെ എനിക്ക് എപ്പോഴും കണ്ണെഴുതുന്നത് വലിയ പെർഫെക്ഷനിൽ കിട്ടാറില്ല. ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. കുറച്ച് ലിപ്സ്റ്റിക്ക് ഞാൻ ഏതാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാം കൂടെ കുറേയൊക്കെ മിക്സ് ആക്കിയിട്ടാണ് അതുപോലെ കൊടുക്കുന്നത്. നമ്മളുടെ റെഡി എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് തല കെട്ടാൻ പാച്ചും കൊണ്ട് ഇടുമ്പോഴേ ലുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ തല കെട്ടിയിട്ടും കൂടെ വരാം. നമ്മൾ ലുക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് 11 മണിയാകുമ്പോൾ പോയാൽ മതി. പിന്നെ ഞാൻ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് നേരത്തെ ഒരുങ്ങിയതാണ്. പക്ഷെ അത് ഒരുപാട് നേരത്തെ ആയിപ്പോയി. മെയിനായിട്ടും മൈജിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഒരു സാധനം വാങ്ങിക്കാനുണ്ടായി. അപ്പോൾ അതവിടെ എത്തിയിട്ട് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറിയിട്ടാണ്. അപ്പോൾ ബസ് എനിക്ക് പോയത് തന്നെ കിട്ടി. കുറേ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നില്ല. ദെൻ നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആക്ച്വലി എനിക്ക് ബസ് കയറിയിട്ട് ഭയങ്കര ബോറടിക്കലായിരുന്നു. പിന്നെ അവിടേക്ക് എത്തി നമ്മൾ ഓട്ടോയിൽ കയറി. ആക്ച്വലി നടക്കേണ്ട ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് സ്ഥലം അറിയാത്തതുകൊണ്ട് ഞാൻ ഓട്ടോയിൽ കയറി. ദെൻ നമ്മൾ മൈജിയിൽ എത്തിയിട്ടാണ്. മൈജിയിൽ പോയത് എന്തോ ഒരു പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് പോയിൻ്റ് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു. എൻ്റെ ഫോണൊക്കെ എടുത്തത് അവിടെ നിന്നായിരുന്നു. ആൻഡ് അതിനുശേഷം അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് നിന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടൊക്കെ നിന്ന് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒടുക്കത്തെ വിലയുമായിരുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടായിരുന്നിട്ട് ബില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയെല്ലാം പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. കാരണം ഒരു OTP കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ബില്ലൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഞാൻ വിചാരിച്ചു ഒന്ന് ബിസ്മിയിലും കൂടെ കയറിയിട്ട് പോകാമെന്ന്. ആൻഡ് അവിടെ കയറിയതിൻ്റെ മെയിനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രീം കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കാനുണ്ടായേ. പിന്നെ മാംഗോസും ഉണ്ടായി. അപ്പോൾ നേരെ എൻ്റെ കണ്ണും കൈയും അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ട്രോളി ആയിരുന്നു, അത് കിട്ടിയില്ല. ദെൻ ഞാൻ കയ്യിൽ തന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഞാൻ ബേക്കിംഗ് പൗഡറൊക്കെ എടുത്തിട്ടാകുമ്പോൾ കേക്കൊക്കെ ഒന്ന് ബേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പേർക്ക് പരാതിയുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ മാങ്ങയൊക്കെ നല്ലത് നോക്കി എടുത്ത്. പിന്നെ അതിനൊക്കെ പിന്നെ പണ്ടേ മിടിക്കായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് അതൊക്കെ ബില്ല് ചെയ്ത് ഞാൻ പിന്നെയും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ലായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണിൽ കണ്ട ഷോപ്പിൽ കയറി. മീൻസ് അടുത്തുണ്ടായിരുന്നൊരു ഷോപ്പിൽ ഞാൻ കയറിയിട്ട് എന്തോ ഒരു സാൻഡ്വിച്ച് ഒരു സാധനം. പക്ഷേ ഞാനിപ്പോൾ നോക്കിയിട്ടാണ് ഓരോ ഫുഡ് വാങ്ങിക്കാറും കഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇതിലും നോക്കായിരുന്നു ഉള്ളിൽ എന്തൊക്കെ ഫില്ലിങ് വെച്ചേക്കുന്നത്, ബന്ന് ഏതാണ്, അങ്ങനെയൊക്കെ ഞാൻ നോക്കിയായിരുന്നേ. കുഴപ്പമില്ലായിരുന്നു, ഒരു ആവറേജ് ടേസ്റ്റായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വാട്ടർമെലൺ ജ്യൂസും കൂടെ പറഞ്ഞു. ഇപ്പോൾ ഷെയ്ക്ക് കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. കാരണം എന്താണെന്നറിയില്ല. ഇപ്പോൾ ഫ്രഷ് ജ്യൂസുകൾ കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് കുടിക്കുകയാണ്. അതിനുശേഷം ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെയും ബസ്സിൽ തന്നെ പോയി. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് നമുക്ക് പോയ ബസ് തന്നെ തിരിച്ച് കിട്ടുകയും ചെയ്ത്. അതിൻ്റെ ഒരു സന്തോഷമല്ലേ. ആൻഡ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ബസ്സിൽ സീറ്റൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാനിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഞാനിപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്രയോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെ പോകാൻ നമുക്ക് നോക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളത്തെ വീഡിയോ.